ഏതാ സുനീർ മേടിച്ചേ? ഇത് പൊട്ടാറ്റോ നോക്കി മേടിച്ചതാ. ഇതാകുമ്പോൾ താഴെ വീണാലും പൊട്ടത്തില്ല, പക്ഷെ ഭയങ്കര പൈസയാ. വെറും 40,000 പേര് മാത്രം താമസിക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ ഇത്. നമ്മുടെ കാറിൻ്റെ കീ കിട്ടും കേട്ടോ. നല്ല തണുപ്പുണ്ടല്ലേ? അതെ അതെ. രാവിലെ വെളുപ്പിന് സമയം 3 മണിയാണ് കേട്ടോ. ഞങ്ങൾക്ക് 5 മണിക്കാണ് ചെക്കിംഗ് ക്ലോസിങ്. പക്ഷേ ഇവിടുന്ന് 2 മണിയേ ഉള്ളൂ അല്ലേ? അതെ അതെ. ഞാൻ ആക്ച്വലി ഒരു മോർണിംഗ് പാസ് വന്നല്ലോ, പക്ഷേ ട്രിപ്പ് പോകാൻ രാവിലെ എനിക്ക് മതിയില്ല. എന്നിട്ട് പോലെ നടക്കിയല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരു 10 മിനിറ്റുള്ളിൽ പോകും. 10 മിനിറ്റ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് എയർപോർട്ടിലേക്ക്. ഇവിടെ കൊടുത്തിട്ട് നമ്മളൊരു ഈ പുറകെ കാണുന്ന വണ്ടിക്ക് അങ്ങോട്ട് പോയത്. അങ്ങനെ പെട്ടെന്ന് വണ്ടി വന്നു അല്ലേ? അതെ അതെ. ഒരു 10 മിനിറ്റ് പോലും വെയിറ്റിംഗ് ഇല്ല കേട്ടോ. നമ്മൾ വണ്ടി വർക്ക് ചെയ്തു, കീ കൊടുത്തു, നമ്മൾ പോവുകയാണ് കേട്ടോ എയർപോർട്ടിലേക്ക്. അതെ. അപ്പോൾ നമ്മൾ ബോർഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ പോവാണ്. അവിടെ വീഡിയോ നടക്കാൻ പറ്റില്ലായിരിക്കും. അതെ അതെ, ഉറപ്പാണ്. അപ്പം നമ്മൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി. ഇനിയിപ്പം ഡ്യൂട്ടി ഫ്രീ പോകണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒന്നും മേടിച്ചില്ലെങ്കിലും ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അതെ അതെ, ഡ്യൂട്ടി ഫ്രീ ഇപ്പോൾ തണ്ടണം. ഇനിയിപ്പം പിന്നെ കറൻസി എക്സ്ചേഞ്ചിൽ നിൽക്കുക കേട്ടോ. ഞങ്ങൾ കുറച്ച് അവിടെ സ്വിസ് ഫ്രാങ്ക് അല്ലേ, അപ്പോൾ ഞങ്ങൾ സ്വിസ് ഫ്രാങ്ക്, അപ്പോൾ നമ്മൾ സ്വിസ് ഫ്രാങ്ക് എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുക കേട്ടോ. നമ്മൾ കുറച്ച് മേടിച്ചാലോ നമുക്ക്? ഏതൊക്കെയുള്ള ഓഫറിലുണ്ടോ? ജോണി വാക്കർ only 60 pounds. ഡബിൾ ബ്ലാക്ക് 2 ലിറ്റർ. ഓക്കെ, മേടിക്കുന്നുണ്ടോ? പിന്നെ സൂപ്പർ. ആ സെക്യൂരിറ്റി ടാഗാണ് ഹൈലൈറ്റ്. മൂക്ക് കാണുന്ന പോലുമില്ല. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഒരു ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇവള് പറഞ്ഞത്. ഞാനൊരു ബാം എടുത്തുള്ളൂ. ഞങ്ങൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. യെസ്, കറക്റ്റ് ടൈമാണ്. 6 മണിക്ക് തന്നെ ഫ്ലൈറ്റ് എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി ഫ്ലൈറ്റിലൊക്കെ കയറി ലാൻഡ് ചെയ്യുമ്പോൾ കാണാം അല്ലേ? അപ്പം നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാർ റെൻ്റലാണ് എടുത്തേക്കുന്നത്. അപ്പം കാർ റെൻ്റലിൻ്റെ ഓഫീസിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കാണാം അല്ലേ? അതെ അതെ, ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയില്ല. ഉറങ്ങിയാൽ എണീക്കുമെന്നുള്ള പേടി. അപ്പോൾ നമുക്ക് ബാഗേജൊക്കെ കളക്ട് ചെയ്യാം. നമ്മുടെ വെട്ടി അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട്. ചുമന്ന നിറമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അതെ അതെ. നമ്മളിവിടുന്ന് കാറ് റെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അതൊക്കെ പ്രീ ബുക്ക്ഡാണ്. അപ്പോൾ നോബിളാണെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ കാറിൻ്റെ കീയും കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയേക്കുക. കിട്ടിയോ?
തിരിച്ചെടുത്തുണ്ട്. കിട്ടിയോ? ആ, പാസ്പോർട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അവർ. ഐഡൻറ്റിറ്റി ചെക്കൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മുടെ കാറിൻ്റെ കീ കിട്ടും കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തത് ഏതോ സിട്രോൺ ആയിരുന്നു. ഞാൻ ചെറിയ വണ്ടി ബുക്ക് ചെയ്തത്, പക്ഷേ കിട്ടിയത് ഏതാ RAV4 ആണ് കേട്ടോ. അതെ അതെ, ഹൈബ്രിഡ് വണ്ടിയാണ് കിട്ടിയേക്കുന്നത്. വലിയ വണ്ടിയാണ്. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവൊക്കെ ആയതുകൊണ്ട് ചെറിയ വണ്ടി മതി എന്ന് കരുതി ബുക്ക് ചെയ്തതാണ്, പക്ഷേ കിട്ടിയത് വലുതാണ്. എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഇതിന് ഡാമേജ് ഒക്കെ ഉണ്ടോ എന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിനി ഏതായാലും പുറത്തേക്ക് പോവാം. ഞങ്ങൾ ഫുള്ള് വീഡിയോ എടുത്ത് വെക്കുവാണ് കേട്ടോ. നമ്മൾക്ക് എന്തെങ്കിലും ലാസ്റ്റ് സ്ക്രാച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരികയല്ലേ. നമ്മൾ ഫുള്ള് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, എന്നാലും നമുക്കൊരു പ്രൂഫിന് വേണ്ടി എടുത്ത് വെക്കുകയാണ് കേട്ടോ. കാണുമ്പം കുഴപ്പമൊന്നും കാണുന്നില്ല, നല്ല പുത്തൻ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ UK-ലാണെങ്കിൽ മൈലിലാണ്, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കിലോമീറ്ററിലാണ് സ്പീഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡ്രൈവിംഗ് റൂളൊക്കെ ശരിക്കും UK-ലെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് എന്താ പറയുക ലാൻഡിങ് ആണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടുത്തെ സമയം ഒരു ചെക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10 മണിയൊക്കെ ആയിരുന്നു. 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാർ റെന്റിനെടുത്തു. കാർ റെന്റിനെടുത്ത് കഴിഞ്ഞ് ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തി, അത്യാവശ്യം ഫുഡ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ടൗണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ചെറിയൊരു മടിയുണ്ട് വണ്ടി ഓടിക്കാൻ. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട്, പിന്നെ വലിയ വണ്ടിയാണ് RAV4 കിട്ടിയത് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എന്നാലും നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ ടൗണിന് പുറത്തേക്ക് കടന്നു ഓൾറെഡി. ഇപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു ഡെസ്റ്റിനേഷനെ പിടിക്കുന്നുള്ളൂ. നമ്മൾ ലിറ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞു രാജ്യം, യൂറോപ്പിലെ 2nd സ്മോളസ്റ്റും വേൾഡിലെ 6th സ്മോളസ്റ്റും ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ ബോർഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സൂറിക്കിൽ ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൂറിക്കിൽ നിന്നൊരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നമുക്കൊരു പുതിയൊരു രാജ്യം കവർ ചെയ്യാലോ എന്ന് കരുതി അങ്ങോട്ട് പോവുകയാണ്. അതാണ് ഇന്നത്തെ പ്ലാന്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ വന്നാലേ അപ്പോൾ അത് ആ രാജ്യം കൂടി ഒന്ന് കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക റൂൾസൊക്കെ സെയിം ആണെന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇങ്ങനെ യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സഞ്ചാരത്തിലൊക്കെ കണ്ടിട്ടുള്ള സ്വിറ്റ്സർലൻഡ് എന്താ പറയുക വീഡിയോസിലൊക്കെ ഉള്ള ആ ഒരു വൈബ് വരാന്നുണ്ടെങ്കിൽ ലൈക്ക് സൈഡിലിങ്ങനെ കന്നുകാലികളും പുൽമേടുകളും അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ടിൽ മൗണ്ടെയിൻ. സ്വിറ്റ്സർലൻഡ് ഇങ്ങനെ ഒത്തിരി ടണലുകളുള്ള രാജ്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ടണലുകളൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചപ്പോൾ ദാണ്ട് ഒരു ടണൽ. ഓക്കെ, നല്ലൊരു ടണൽ, അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ ടണല്. എനിക്കൊന്നും ഇനിയിപ്പം അടുപ്പിച്ചടുപ്പിച്ച് ടണലുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ടണലാണ്. ടണൽ കഴിഞ്ഞിട്ട് കണ്ടോ നല്ലൊരു വടിപ്പൻ വ്യൂ അല്ലേ നമ്മളെ പമ്പനൊരു വ്യൂയിലേക്കാണ്. ഫുൾ സ്നോ ആണ്, മൗണ്ടൻ ആണ്. നമ്മൾ കണ്ണോട്ട് കാണാൻ ഇത് പൊളിയാണ്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കിത് എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന്. നമ്മൾ എടുക്കുമ്പോഴും നമുക്കങ്ങനെ തിരിയുന്നില്ല ഇത് ശരിക്കും കിട്ടുന്നുണ്ടോന്ന്. അത്രയ്ക്ക് രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. ഏതാണ് സ്ഥലം? ഫുള്ള് മഞ്ഞല്ലേ? ഫുള്ള് മഞ്ഞ്. അടുത്തുള്ളത് തൊട്ടടുത്ത് ഇങ്ങനെ കാണുന്ന പോലെ തോന്നുന്നു, പക്ഷെ ആക്ച്വലി തൊട്ടടുത്തല്ല. അടിപൊളി. നമ്മളൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു അല്ലേ? ഞങ്ങൾ ടണലിനകത്ത് വ്യൂ പ്രതീക്ഷിച്ചില്ല. ഓ മൈ ഗോഡ്, സൈഡ് അങ്ങനെ എടുക്കാം. ഓക്കെ, അടിപൊളിയാ. ഓ മൈ അടുത്ത ടണൽ കേട്ടോ. നമ്മളിപ്പോ ഒരു മിനിമം ഒരു 4-5 ടണലിൽ നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ നമ്മളെ? ഇങ്ങനെ വായിക്കാൻ തോന്നുന്നു. ജർമ്മൻ
മെയിൻ ലാംഗ്വേജ് എന്ന് തോന്നുന്നു അല്ലേ? ഇത് 2 ടണല്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടണല്. വലിയൊരു കാട് പോലെ സ്ഥലം. സത്യം. ഇവിടെ ഇച്ചിരി വെട്ടമുണ്ട്. ലൈറ്റ് വാം ലൈറ്റ് ഒക്കെ യെല്ലോ ലൈറ്റ് ആയിട്ട് എസ്തെറ്റിക് ഒക്കെ എനിക്ക് ഇതാട്ടോ ഇഷ്ടപ്പെട്ടത്. രസമുണ്ട്. അടുത്ത ഞാൻ കിങ്സ്വേയിൽ കൂടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയല്ലോ, ലൈൻ ചേഞ്ച് ചെയ്യാൻ പറ്റിയല്ലോ. ചെയ്തല്ലോ. അടുത്തൊരു വ്യൂ അല്ലേ? ഓരോ ടണൽ കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആ. ഡെഫിനറ്റ്ലി മലയിലോട്ട് ഇടിച്ചു കയറുമെന്ന് നമുക്ക് തോന്നും അല്ലേ? വണ്ടി ഇടിച്ചു വരുമ്പോ സത്യം അങ്ങനെ തോന്നുന്നു. കണ്ടോ അടിപൊളി. ഞാൻ ഇനി ഇപ്പത്തെ സൈഡ് കാണിച്ചിട്ട് വീടുകളൊക്കെ ഉണ്ട് അവിടെ. എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ണിന്റെ പിക്സലുള്ള ക്യാമറ ഉണ്ടായിരുന്നു. പൊളിയായിരുന്നു. കണ്ണുകൊണ്ട് എന്തൊരു ഭംഗി ഇതൊക്കെ കാണാൻ. കേട്ടോ പുൽമേടുകളും ഒറ്റയാളായിട്ടുള്ള വീടുകളും നല്ലതായിട്ട് നല്ല രസമാണ്. സൂപ്പർ. പടത്തിൽ വരയ്ക്കുന്ന ഒറ്റ മല നമ്മളെ മുകളിലെ അതെ അതെ പെട്ടെന്ന് ഒരു മല മണ്ണിട്ട് ഉണ്ടാക്കിയല്ല അടുത്തുനിന്ന് നല്ല ഹൈറ്റിലേക്ക് അങ്ങ് പോവുക. സത്യം. അതാണ്ടേ. ഓ എന്റെ ദൈവമേ. സോ നൈസ്. അടിപൊളി അടിപൊളി. അതാണ്ടേ ഒരു സൈഡിലും മല. ഓക്കെ, ഇപ്പത്തെ സൈഡിലേക്ക് ഞാൻ കാണിക്കാം. പുൽമേടുകള് പിന്നെന്താ നമുക്ക് ഇച്ചിരി ദൂരമായി പശുക്കളെ അങ്ങനെയൊക്കെ കാണാം. പിന്നെന്താ അതാണ്ട് പശുക്കളൊക്കെ വരുന്നുണ്ട്. പിന്നെന്താ ഇതുണ്ട് മൗണ്ടൈൻ്റെ താഴ്വാരത്ത് പശുക്കള് ഒരു സൈഡിൽ ഇതാണ് കാഴ്ച. ഞാൻ നടുക്കോട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇതാ വലിയ മഞ്ഞ് മൂടിക്കിടക്കാൻ. ഇവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മല സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അതായത് നമ്മള് ഈ ടണൽ കഴിഞ്ഞിട്ട് എന്താ നെക്സ്റ്റ് വ്യൂ. വാവ് സൂപ്പർ. ടണൽ കഴിഞ്ഞിട്ട് എന്താ നെക്സ്റ്റ് വ്യൂ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കാരണം ഓരോ തവണ നമ്മളിപ്പം ടണൽ കഴിയുമ്പോഴും നമ്മൾ കാണുന്നത് കിടുക്കാച്ചി വ്യൂ ആണ്. സോ അടിപൊളി അടിപൊളി. രക്ഷയില്ല. സൂപ്പർ. ഇത് കണ്ടോ ഇങ്ങനെ ഫുൾ എന്താ പറയുക മൗണ്ടെയിൻസ് ആണ്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഈ ഓരോ ചെറിയ ചെറിയ ഗ്യാപ്പിനുള്ളിൽ നമുക്ക് ടണലുകൾ വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ പറയുക ഇത്രയും വലിയ മൗണ്ടെയിനൊക്കെ തുറന്ന് എന്താ പറയുക ഇത്രയും നല്ല വഴികളൊക്കെ ഉണ്ടാക്കി അടിപൊളിയാണ്. കണ്ടോ അടുത്ത ടണലിൽ വന്നു. കാരണം അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു അനുയോജ്യമായ സ്ഥലം അവർ കണ്ടുപിടിച്ച് ഇങ്ങനെ സെറ്റാക്കുന്നതായിരിക്കും. അടിപൊളി അടിപൊളി. ഇപ്പം നമ്മൾ പോകുന്ന ലിറ്റൻസ്റ്റൈലേക്ക്. ആക്ച്വലി ഇപ്പം അത് ജർമ്മൻ സൈഡാണ്. അപ്പം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഡോബിൾ പറഞ്ഞ ജർമ്മനി? മ്യൂണിക്കിലേക്ക് 260 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ ജർമ്മൻ സൈഡിൽ കൂടെയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ബോർഡറിൽ ജർമ്മനിയുടെയും സ്വിറ്റ്സർലൻഡിന്റെയും നടുക്ക് കിടക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം മാപ്പ് പറഞ്ഞ നമ്മളിങ്ങനെ ലിറ്റൻസ്റ്റൈലേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ ഫ്ലാഗ് ഒക്കെ കാണാൻ പറ്റും. സോ നമ്മൾ വേറെ കൺട്രിയിലെത്തി ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് സൂറിക്കിൽ ഇറങ്ങി കേട്ടോ രാവിലെ. അപ്പം അവിടുന്ന് നമ്മൾ ലിറ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു രാജ്യം കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ആ രാജ്യത്താണ് ഇപ്പം നമ്മളുള്ളത്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് കേട്ടോ ഇത് ഷെങ്കൻ ഏരിയയിലുള്ളതാണ്. പക്ഷേ യൂറോപ്യൻ യൂണിയനിലില്ല. അതുപോലെ ലോകത്തിലെ 6ാമത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് കേട്ടോ ലിറ്റൻസ്റ്റൈൻ. അതുപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും ചെറിയ 2ാമത്തെ രാജ്യമാണ്. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു ടോയ് ട്രെയിനില്ലേ, നമ്മൾ സിറ്റി ടൂറൊക്കെ കാണുമ്പോൾ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ടോയ് ട്രെയിൻ. ഈ ട്രെയിനിൽ കയറിയാൽ വെറും അരമണിക്കൂർ കൊണ്ട് ഈ രാജ്യം മുഴുവൻ നമുക്ക് കണ്ടു തീർക്കാം. അതുമാത്രമല്ല ഇപ്പോഴും രാജഭരണം നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് കേട്ടോ ലിറ്റൻസ്റ്റൈൻ. എൻ്റെ ബാക്കിൽ മുന്നിൽ കാണുന്നുണ്ടൊരു കൊട്ടാരം. അതാണ് കേട്ടോ ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരം. നമുക്കതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല, പക്ഷെ നമുക്ക് നടന്ന് അത് കാണാം അതിൻ്റെ പുറത്ത് നിന്നിട്ട്. അതുപോലെ സ്വന്തമായിട്ട് മിലിറ്ററിയോ എയർപോർട്ടോ സ്വന്തമായിട്ടൊരു കറൻസിയോ ഇല്ലാത്ത രാജ്യമാണ് ലിറ്റൻസ്റ്റൈൻ. അവർ ഉപയോഗിക്കുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ സ്വിസ് ഫ്രാങ്ക് തന്നെയാണ് കേട്ടോ ഇപ്പോഴും കറൻസി ആയിട്ട്. അപ്പം ആ രാജ്യം കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ കണ്ടോ സ്വിറ്റ്സർലൻഡിലെ പോലെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല വെയിലാണ്. എൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം നല്ല വെയിലടിക്കുന്നുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് മഞ്ഞും കാണാം. അപ്പോൾ ഒരു അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരം കാണാൻ വേണ്ടി പോകണം കേട്ടോ. ഒരു 20 മിനിറ്റ് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, നമ്മൾ മോണ്ടിനെഗിലൊക്കെ പോയ പോലെ അല്ലേ, മലയുടെ മുകളിലേക്ക്. അതെ, മലയുടെ മുകളിലേക്ക് നമ്മൾ മോണ്ടിനെഗിൽ പോയി ശരിക്കും അതുപോലെ അവിടെ ഒരു കാസിൽ കാണാൻ പോയായിരുന്നു, ഓർമ്മയുണ്ടോ? അതെ അതെ, അതുപോലെ തന്നെ നടക്കാൻ പോവാം. ഇതാരും ഇവിടെ ഇരിക്കുന്നത് നോക്കി, ചന്ദ്രനിൽ നിന്ന് ഇപ്പൊ ഒന്ന് ലാൻഡ് ചെയ്തോളൂ. ഒന്ന് ലാൻഡ് ചെയ്ത പോലെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇവിടുത്തെ ടൗൺ സ്ക്വയർ കേട്ടോ. അതെ, ചെറിയൊരു ടൗൺ ആണല്ലേ, പക്ഷെ ഭയങ്കര ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. അതെ, ചെറിയൊരു ടൗണ്.
ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. കോയിൻ മാത്രമേ എടുക്കുള്ളായിരുന്നു. ഞങ്ങളപ്പോൾ ATM നിന്ന് പൈസയൊക്കെ എടുത്ത് ഇവിടെ പാർക്കൊക്കെ ചെയ്തിട്ട് 3 മണിക്കൂറാണ് സ്റ്റേ. നല്ല കുത്തനെയുള്ള കയറ്റം. അതെ, നല്ല കുത്തനെയുള്ള കയറ്റം. നോബിളെ മടുത്തോ? നോബിളെ മടുത്ത ഇപ്പോളേ? അതെ, ഞാൻ സ്റ്റാർട്ടിങ്ങിലേ തളർന്നു. അതെ, നിരപ്പിലെടുത്ത് വെക്കായിരുന്നു എന്നൊക്കെ. നമ്മൾ നടന്ന് മറ്റേ കൊട്ടാരം കാണാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. അപ്പം മുകളിൽ നിന്നുള്ള ടൗണിൻ്റെ അതുപോലെ തന്നെ ബേക്കിലുള്ള മലകളുടെയും വ്യൂ ആണ് കാണുന്നത്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്നതാണ് ടൗൺ കേട്ടോ. ടൗണല്ല, ഈ രാജ്യം. വെറും 40,000 പേര് മാത്രം താമസിക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ ഇത്. പക്ഷേ പെർ ക്യാപിറ്റ GDP-യിൽ ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. അതിന് കാരണം ഇവിടെ താമസിക്കുന്ന ആളുകളേക്കഞ്ഞും ഇരട്ടി കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിന് മുമ്പിലെത്തി കേട്ടോ. ഇതാണ് കൊട്ടാരം. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇതിനകത്ത് രാജാവ് താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ മുകളിലേക്ക് നടന്നു വന്നത്. അപ്പം നമ്മളിപ്പം കൊട്ടാരത്തിന് മുമ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. അത്യാവശ്യം ഒരു ചെറിയ ഹൈക്ക് കഴിഞ്ഞ് വന്നതാണല്ലേ? ക്ഷീണമുണ്ടോ? നല്ല ക്ഷീണമുണ്ട്, മടുത്ത്. ഓഹോ. അപ്പം സ്വിറ്റ്സർലൻഡ് വരുന്നവരോ അല്ലെങ്കിൽ ആസ്ട്രിയൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് വന്നു പോകാൻ പറ്റിയ ഒരു രാജ്യമാണ് കേട്ടോ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ട്, ട്രാം പോലത്തെ. അതുപോലെ ഇപ്പോൾ ഈ ബസ്സിൻ്റെ പുറകിൽ കാണുന്നതാണ് പാർലമെന്റ് മന്ദിരം. അതിന് തൊട്ടടുത്താണ് കത്തീഡ്രൽ. അടിപൊളി വ്യൂ കേട്ടോ. സ്നോ മൗണ്ടൻ ഒക്കെ നല്ലൊരു വ്യൂ ആണ്. അതുകൊണ്ട് ഞാനിവിടെ ഇരുന്നത്. നമ്മൾ വേറൊരു സ്പോട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ കാസൽ നല്ല വൃത്തിയായിട്ട് കാണുന്നത്. നേരെ താഴെയായിരുന്നു നേരത്തെ നിന്നിരുന്നത്. അപ്പോൾ കുറച്ചിങ്ങോട്ട് മാറിയപ്പോൾ കണ്ടില്ലേ മലയുടെ നടുക്ക് ആ കാസലിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ലോകത്ത് ഡബിൾ ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള 2 കൺട്രി ഉള്ളൂ. അതിലൊന്നാണ് കേട്ടോ ലിറ്റൻസ്റ്റൈൻ. ഡബിൾ ലാൻഡ് ലോക്ക്ഡ് കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് ചുറ്റും കടലൊന്നുമില്ല. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന മറ്റ് രാജ്യങ്ങൾക്കും കടലില്ല. അങ്ങനത്തെ 2 രാജ്യങ്ങളിൽ ഒന്ന് ലിറ്റൻസ്റ്റൈനാണ്, മറ്റൊന്ന് ഉസ്ബെക്കിസ്ഥാനാണ്. ഏതാ സുനീർ മേടിച്ചേ? ഇത് പൊട്ടാറ്റോ നോക്കി മേടിച്ചതാ. ഇതാകുമ്പോൾ താഴെ വീണാലും പൊട്ടത്തില്ല. പക്ഷെ ഭയങ്കര പൈസയാ, 9 ഉണ്ട്. ഭയങ്കര പൈസ അല്ലേ? ഒരു സുനീറിന്റെ പൈസ കാണിച്ച്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ വന്ന് കാർ എടുത്ത് ലിറ്റൻസ്റ്റൈനിൽ വന്നു, കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുകയാണെന്ന്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നാളെ കാണാം. ബൈ.